ഗോപാൽജി പറഞ്ഞതൊക്കെ നുണയാണെങ്കിലും എൻ്റെ അവസ്ഥ ഏതാണ്ട് അതൊക്കെ തന്നെ. പട്ടി അഴിച്ചു വിട്ടാൽ ഞാൻ ഇനി ഓടും. പക്ഷേ ഒരു റബ്ബർ പന്ത് പോലെ ഞാൻ തിരിച്ചു വരും. അത്ര ഗതികേട്ടില്ല. ഇനി എത്ര പേര് മതിലയാടിയാലും ഞാൻ മിണ്ടില്ല. ശ്രുതി ചേച്ചി ഇനി മതിൽ ചാടാൻ വരൂല. അല്ല, വേറെ ആരെങ്കിലും മതിലയാടാൻ വരികയാണെങ്കിൽ വന്നോട്ടെ. പിന്നെ ഇവിടുത്തെ മതിൽ ചാടാൻ ആൾക്കാർ ക്യൂ നിൽക്കല്ലേ. അല്ല, എൻ്റെ ഭാഗത്ത് തീർപ്പൊന്നും ഉണ്ടായില്ല എന്ന് പറയുമായിരുന്നു. എനിക്കിഷ്ടമുള്ള ഫുഡ് ഞാൻ കഴിക്കണം. എങ്കിലൊരു കോംപ്രമൈസ്. നിങ്ങൾ ഓടിച്ചു വിട്ട ശ്രുതി ചേച്ചിയുടെ വീട്ടിൽ പോയി ബർഗർ വാങ്ങിച്ചു വരണം. ഇപ്പം തന്നെ, ഈ നിമിഷം തന്നെ ഞാൻ പോയി വാങ്ങിച്ചുകൊണ്ട് വരാം. ആ അഡ്രസ്സ് ഒന്ന് വാട്സപ്പിൽ ഇട്ടാൽ മതി. പിന്നെ എൻ്റെ കാര്യം ഒന്ന് പട്ടിയോട് പറഞ്ഞേക്കണേ. ബർഗർ ബർഗർ ബർഗർ. എന്ത് വേണം? ഞാൻ കിണുങ്ങാതെ കാര്യം പറയണം മിസ്റ്റർ. പിടിച്ചു പുറത്താക്കാൻ ഇവിടെ സെക്യൂരിറ്റി ഒന്നുമില്ല. ആരംഭശൂരത്വം. ജോലി കയറുന്ന ആദ്യ ദിവസമായിരുന്നല്ലോ, അതുകൊണ്ട് പറ്റിയ തെറ്റാ. ഇത് പറയാൻ ഇവിടം വരെ വരണോ? ഒരു കത്തെഴുതി അയച്ചാൽ മതിയായിരുന്നു. ശ്രുതിയെ ഓടിച്ചതിന് പകരമായി അവിടുത്തെ പട്ടി എൻ്റെ പുറകെ ഓടിച്ചു. ഉള്ള ജീവൻ കൊണ്ട് ഞാൻ എൻ്റെ നാട് വരെ ഓടി. ബർഗർ കൊണ്ടുചെന്നില്ലെങ്കിൽ എൻ്റെ ജോലി പോകും. തന്റെ ജോലി പോയാൽ എനിക്കെന്താ? ഇവിടെ ബർഗറും മണ്ണാങ്കട്ടി ഒന്നുമില്ല. സൗത്ത് ആഫ്രിക്കയിൽ തന്നെ തീവണ്ടിയും തള്ളിയിട്ട സായിപ്പ്മാരോട് മഹാത്മാഗാന്ധി ക്ഷമിച്ചിരുന്നു. ഓവോ, എങ്കിൽ പിന്നെ മഹാത്മാഗാന്ധിയോട് ചെന്ന് പറ ബർഗർ തരാൻ. ടീനമോളെ നോക്കാൻ വന്ന നേഴ്സാമ്മേ. ഞാൻ മെയിൽ നേഴ്സാണമ്മേ. അതെ, എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. താനൊന്ന് പോകുന്നുണ്ടോ? ആരാ? ഞാൻ ബർഗർ. ഓ, ബർഗർ എന്നാണോ പേര്? ആ, കൊടുത്തു പറഞ്ഞാൽ വാങ്ങാൻ കൂടി വന്നത്. എന്തിനാ നിക്കുന്നത്? ഇരിക്കാൻ പറഞ്ഞില്ല, അതുകൊണ്ടാ. ഇയാളോട് പൊയ്ക്കോളാൻ പറഞ്ഞിട്ട് പിന്നെ എന്തിനാ നിക്കുന്നതെന്നാ ചോദിച്ചത്. ഞാൻ ആകാശ്. ചോദിച്ചില്ലല്ലോ. അല്ല, താൻ ഇയാളെന്നൊക്കെ വിളിച്ച് ബുദ്ധിമുട്ടായിരിക്കാൻ പറഞ്ഞു. എന്നാൽ ആകാശ്, ബർഗർ ഉണ്ടാക്കാൻ മയണീസ് വേണം. തീർന്നു. മാത്രമല്ല, അമ്മ വീണ് കാലൊടിഞ്ഞ് കിടക്കുക. ഫിസിയോതെറാപ്പി ചെയ്യിപ്പിക്കണം. ചെയ്തോളൂ. ഈ പറഞ്ഞ സാധനം എവിടെ കിട്ടുമെന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. അങ്ങനെ എവിടെയെങ്കിലും കിട്ടുന്ന ഞാൻ ഉപയോഗിക്കാറില്ല. തന്നെ ഉണ്ടാക്കണം. അതിന് സമയമെടുക്കും. എന്റെ പൊന്നു ശ്രുതി, എന്തൊക്കെ പറഞ്ഞാലും ബർഗർ ഇല്ലാതെ അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തില്ല. എത്ര സമയം എടുത്താലും ഞാനോട് വെയിറ്റ് ചെയ്തോളാം. ഇത് എന്തൊരു ശല്യാണ് ഈശ്വര. ബർഗർ എങ്ങനെയുണ്ട്? അടിപൊളി. മമ്മി എന്തിനാ എന്നെ ഇങ്ങനെ എപ്പോഴും വിളിച്ച് ശല്യം ചെയ്യുന്നത്? ഐ എം ഓക്കെ. എന്നുവെച്ച് രാവിലെ പറഞ്ഞതിൽ കൂടുതൽ എന്ത് വിശേഷമാണ് ഞാൻ പറയുക? അത് മമ്മിയുടെ ടെൻഷൻ കൊണ്ടല്ലേ മോളെ. അത് പിന്നെ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. പിന്നെ എപ്പോഴും പുസ്തകം വായിച്ചും ആ കമ്പ്യൂട്ടർ നോക്കിയിരിക്കരുത്. ഡോക്ടർ പറഞ്ഞിട്ടില്ലേ എക്സസൈസ് ചെയ്യണമെന്ന്. കുറച്ച് നേരം ഒന്ന് നടന്നാലും മതി. പിന്നെ ആ ആകാശ്, അയാളെങ്ങനെയുണ്ട്? അടുത്തുണ്ടോ? ഒന്ന് കൊടുത്തേ. മമ്മി. ഹലോ മമ്മി. അല്ല മാഡം, ഇല്ലില്ല, ഞാൻ വളരെ സ്ട്രിക്റ്റാ. എന്തായാലും ഞാൻ വന്നതിന് ശേഷം ജങ്ക് ഫുഡ് ഇങ്ങോട്ട് കയറ്റിയിട്ടില്ല. ടീനമോൾ ഒരിക്കലിനോട് ചോദിച്ചു ബർഗർ വേണം. ഞാൻ പറഞ്ഞു അത് മാത്രം നടക്കില്ല. ആദ്യം കുറച്ച് ദേഷ്യപ്പെട്ടു, പിന്നെ അങ്ങ് ഇണങ്ങി. വെരി സ്വീറ്റ് ഗേൾ. ഇല്ലില്ല, അത് ഞാൻ ഏറ്റു. ഓക്കെ ഓക്കെ. സമ്മതിച്ചിരിക്കുന്നു. എത്ര നന്നായിട്ടാ കള്ളം പറയുന്നത്. പിടിച്ചു നിൽക്കണ്ടേ? ശരിക്കും എനിക്ക് ബർഗർ അത്ര ഇഷ്ടമൊന്നുമില്ല. പിന്നെ മമ്മി വേണ്ടാന്ന് പറയുമ്പോൾ വേണം തോന്നും. മമ്മിക്ക് വിഷമാവില്ലേ? ടീനമ്മക്ക് ഭയങ്കര തലവേദന. ഈ നേരം വരെ ഉറങ്ങിയിട്ടില്ല. 2 വട്ടം ഛർദ്ദിക്കുകയും ചെയ്തു. ഒന്ന് വന്നേ. ദൈവമേ, ബർഗർ പറയാ. എന്തു പറ്റി? തല പൊളിയതുപോലെ. അതെങ്ങനെയാ? ഈ നേരം വരെ ഈ കുന്തത്തിനകത്ത് നോക്കിക്കൊണ്ടിരിക്കുമല്ലായിരുന്നോ? പിന്നെ അങ്ങനെ തല പൊളിയാതിരിക്കും? ചേച്ചി ഒരു തുണി നനച്ചെടുക്കും നെറ്റിയിലിടാൻ.
ഈ ബർഗർ ശരിക്കും പ്രശ്നമല്ലേ? ഓടി ചേച്ചിയോട് പറഞ്ഞ പറയണ്ട. അതിരിക്കണ്ട, വേറെ സ്ഥലത്ത് ഡ്രോയിലുണ്ട്. ഇനി കണ്ണടച്ച് ശാന്തമായി കിടന്നാൽ മതി. ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴേക്കും ഫ്രഷ് ആവും. അത് വേണ്ട. എന്നാ തുറന്നു വെച്ച് ബുക്കിംഗ് എടുത്ത് ഉറക്കം വരുന്നവരെ നോക്കാനാ. ഇതൊക്കെ ടീനോട് വായിക്കുന്ന ബുക്കാണ്. ചിലതൊക്കെ. ഇതൊരു നല്ല നോവലാ, സാഡ് സൈപ്രസ്. ഞാനൊരു നല്ല നോവൽ വായിച്ചായിരുന്നു, കാട്ടാക്കട തങ്കപ്പൻ്റെ ചാക്കിലകപ്പെട്ട പൂച്ച. എന്ത് പൂച്ച? ചാക്കിലകപ്പെട്ട പൂച്ച. നല്ല ബെസ്റ്റ് പേര്. കഥയും നല്ലതാ. ഇന്നിപ്പോൾ കിടക്കണ്ടേ? വേണം നാളെ പറഞ്ഞുതരാം. നാളെ മതി. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റോ? കോഴി ഓറായി. എന്നാ ഗുഡ് മോർണിംഗ്. ചേച്ചി ഇവിടെയാണോ കിടക്കുന്നത്? ആ, അകത്തോട്ട് തന്നെ കേട്ടില്ലല്ലോ. പട്ടി അഴിച്ചു വിട്ടിരിക്കുക. പുറത്തോട്ടുള്ള വാതിലൊന്നും തുറക്കണ്ടാകാച്ചാ. ഈശോ. ഞാൻ കടയിൽ നിൽക്കുന്നുണ്ട്. എന്താ പച്ചക്കറി ഒന്നും വാങ്ങിച്ചില്ലേ? വാങ്ങാനല്ല, വിൽക്കാൻ വന്നതാ. ആ കറക്റ്റ്. ഞാനന്ന് വീട്ടിൽ വന്നപ്പോൾ കണ്ടതാണല്ലോ. ഇഷ്ടം പോലെ പച്ചക്കറിയല്ലേ അവിടെ. ഞാൻ സത്യത്തിൽ ശ്രുതിയുടെ വീട്ടിൽ വന്ന് നന്ദി പറയാതിരിക്കുകയായിരുന്നു. ആ ഒരു ബർഗർ എന്നോട് പിടിച്ചു നിർത്തി. ഇപ്പം ഞാനും ടീനമോളും ഭയങ്കര ക്ലോസാണ്. എങ്ങനെയുണ്ട് അവൾക്ക്? ഒരു കുഴപ്പമില്ല, വെരി സ്മാർട്ട്. ശ്രുതിയുടെ അമ്മയ്ക്ക് എങ്ങനെ? ബെറ്റർ ആണ്. ഇന്നലെ ആരും പിടിക്കാതെ 5-6 അടി നടക്കുകയൊക്കെ ചെയ്തു. ആഹാ, ഒരു കാര്യം ചോദിക്കാൻ പറ്റൂ? അന്ന് ഞാൻ വീട്ടിൽ വന്നപ്പോൾ അച്ഛനെ കണ്ടില്ലല്ലോ. എങ്ങനെ കാണാൻ? ആർക്കും കാണാൻ പറ്റാത്ത സ്ഥലത്തേക്ക് അച്ഛൻ നേരത്തെ പോയില്ലേ? ഓ മൈ ഗോഡ്, ഐ ആം സോറി. ഒരു പരിചയമില്ലാത്ത ഒരാൾ മരിച്ചതിന് ഇത്രയും ഷോക്ക് എന്തിനാ? ശ്രുതിക്ക് അന്നുണ്ടായ ഷോക്ക് ആലോചിച്ച് ഞാൻ ഷോക്കായി പോയതാ. ശ്രുതിക്കറിയോ, എൻ്റെ അച്ഛൻ മരിച്ചിട്ട് 7 വർഷം കഴിഞ്ഞു. ഇപ്പോഴും ആ ഷോക്ക് എനിക്ക് മാറിയിട്ടില്ല. അച്ഛനെ പറ്റി എപ്പോൾ ആലോചിച്ചാലും എൻ്റെ കണ്ണ് നിറയും. എന്താ ചിരിക്കുന്നത്? ഞാൻ തമാശയൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ ചാർലി ചാപ്ലിനെ ആലോചിച്ചിരിച്ചതാ. ആ കോമഡി നടൻ. അതെ, ആ കോമഡി നടൻ ഒരിക്കൽ സ്റ്റേജിൽ പ്രസംഗിക്കുന്നതിനിടയിൽ ഒരു നല്ല തമാശ പറഞ്ഞു. ആളുകളൊക്കെ പൊട്ടിച്ചിരിച്ചു. കുറച്ചു കഴിഞ്ഞ് അതേ തമാശ വീണ്ടും പറഞ്ഞപ്പോ അധികാരം ചിരിച്ചില്ല. പക്ഷെ ചാപ്ലിൻ വിട്ടില്ല. പുള്ളി 3ാമതും ആ തമാശ ആവർത്തിച്ചു. അപ്പൊ ആളുകൾ അസ്വസ്ഥരായി. അല്ലെങ്കിൽ ഒരു തമാശ എന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്ന ആരെങ്കിലും ചിരിക്കും? ഇത് തന്നെയാണ് ചാപ്ലിനും ചോദിച്ചത്. ഒരേ തമാശ വീണ്ടും വീണ്ടും പറയുമ്പോൾ ചിരിക്കാത്ത നിങ്ങൾ എന്തിനാണ് വേദനിപ്പിക്കുന്ന കാര്യം പിന്നെയും പിന്നെയും ആലോചിച്ച് വിഷമിക്കുന്നതെന്ന്? ചാപ്ലിൻ വെറും കോമാളി അല്ലല്ലേ? റിയൽ ജീനിയസ്. ചുരുക്കി പറഞ്ഞ അനിയൻ്റെ അനിയത്തിയുടെയും പഠിത്തം, അമ്മയുടെ ചികിത്സ, എല്ലാ ഭാരവും കൂടെ ശ്രുതി തനിച്ച്. ഭാരം തോന്നാൻ അവരാരും എന്റെ തലേ കയറിയിരിക്കുന്നില്ലല്ലോ. അതല്ല, ബർഗറും പച്ചക്കറികളും മാത്രം വിറ്റിട്ട് ചെലവുകളൊക്കെ നടക്കുമെന്ന്. അതെ, ജീവിക്കാൻ വലിയ ചെലവൊന്നുമില്ല ആകാശ്. നമ്മൾ മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ ശ്രമിക്കുമ്പോഴാ ചെലവ് കൂടുന്നത്. ശ്രുതിമോളെ, ഏതാണ് ഇറക്കുമതി കാമുകൻ? ഞങ്ങളാരും നിനക്ക് പിടിക്കല്ലേ? കാമുകന്റെ മറ്റവൻ പന്നി നോക്കിപ്പെടുന്നു. അവരൊക്കെ പലതും പറയും, കേൾക്കാത്ത മട്ടിൽ അങ്ങ് പോയാൽ മതി. എൻ്റെ കൺട്രോൾ ഇപ്പോൾ പോയാണ്. ഇതാ മലയാളികളുടെ കുഴപ്പം. മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായി കയറി ഇടപെടും. ഇംഗ്ലണ്ടിൽ നടക്കും, ജർമ്മനിയിൽ നടക്കും. ജർമ്മനി ചിലപ്പോൾ ഞാൻ ഈ വഴിക്കാം. ഓ, ഞാൻ ഈ വഴിക്കാം. ശരി.
പെണ്ണിന്റെ മുമ്പ് നീ വലിയ ആളാന്ന് നോക്കിയല്ല ചേച്ചേ. തെമ്മാടിത്തരം പറഞ്ഞാ പിന്നെ ചോടാണെങ്കിൽ ഇപ്പൊ തരും വിളിക്കണ വാ നീ. ഇവിടെ വാ, അവിടെ നോക്കാം. എന്തു പറ്റി? എന്താ ഇതിലൂടെ? ശ്രുതി എന്താ ഇവിടെ? ഇതെന്റെ വീടല്ലേ? ഞാൻ മറന്നുപോയി. എന്തിനാ ഓടിയത്? ആരോടി? ഓടിയതല്ല. നേരത്തെ കമന്റ് അടിച്ചത് ഞാൻ പട്ടിയും തണ്ടി ഇതെല്ലാം പിടിച്ചല്ലോ. അവൻ 5-6 ഗുണ്ടകളെ കൊണ്ട് വന്നിരിക്കുന്നു ചോദിക്കാൻ. നമ്മളാര് വിടുവോ? മർമ്മം നോക്കി 4 എണ്ണത്തിന് കണക്കിന് കൊടുത്തു. ഒരുത്തം മിസ്സായി. ഈ അടിയും കുത്തവും നമുക്ക് പുത്രയല്ലേ. കുറച്ച് വെള്ളം കിട്ടുമോ കുടിക്കാൻ? ഇതാ ഇടികൊണ്ട് 6 പേരും റോട്ടിൽ വീണു. എന്നിട്ടും കലി തീരാതെ കമന്റ് അടിച്ചാൽ ഞാൻ ഇടിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴുണ്ട് താഴെ വീണ് കിടക്കുന്ന ഒരുത്തൻ പോലീസിനെ വിളിക്കുന്നു. അപ്പം തന്നെ ഞാൻ അവിടെ നിന്ന് മാറി. നമുക്ക് ഈ പോലീസും കോടതിയൊക്കെ ആയിട്ട് കളയാൻ സമയമില്ലല്ലോ. പോട്ടെ. ആകാശ് പറഞ്ഞാൽ മതി, നീ നമ്മളെ അന്വേഷിക്കും. അതുവഴി പോണ്ട, അവന്മാര് പിന്നെയും വന്ന് തല്ലിയാലോ. ഇതിലെ പോയിക്കോ. താങ്ക് യു. എൻ്റെ വേളാങ്കണ്ണി മാതാവാണ്, കൊരട്ടി മുത്തിയാണ് സത്യം. ഞാൻ റേച്ചലിനെ വിളിച്ചിട്ടില്ല. പിന്നെ പാലും ജ്യൂസും ഞാൻ വാഷ് ബേസിൽ ഒഴിച്ച് കളഞ്ഞു എന്ന് മമ്മി എങ്ങനെ അറിഞ്ഞു? അത് മമ്മി ചുമ്മാ ഒരു നമ്പർ ഇറക്കിയതല്ലേ. സത്യമായതുകൊണ്ട് മോൾ അതിലിങ്ങ് കൊത്തി. അല്ലാതെ കണ്ട് മോളെപ്പറ്റി വല്ല കുറ്റവും ഞാൻ പറഞ്ഞു കൊടുക്കുവോ? മോൾ എത്ര നേരം ഇങ്ങനെ നോക്കിയാലും ആൻറ്റിക്ക് ഒരു കുലുക്കവും ഉണ്ടാവില്ല. കണ്ടോ? അയ്യോ, അതൊന്നും എടുക്കണ്ട മോളെ. ചത്തുപോയ എൻ്റെ മാത്തച്ഛനാണ് സത്യം ഞാൻ പറയണത്. അടുക്കളയിൽ ഒന്നും ആയിട്ടില്ല, മീൻ കഴുകി വെച്ചിരിക്കുക. അടുക്കളയിൽ ഒരു പിടി പണിയുണ്ട് മോളെ. ആൻറ്റി, വേളാങ്കണ്ണി മാതാവിനോട് കൊരട്ടിമുത്തിയോടൊക്കെ സോറി പറ. റേച്ചലിനെ ഞാൻ വിളിച്ചതല്ല മോളെ, എന്നെ ഇങ്ങോട്ട് വിളിച്ചതാ. മോള് പാല് കുടിച്ചോ ചോദിച്ചു. ഇല്ല, വാഷ് ബേസിൽ ഒഴിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞു. പറഞ്ഞു. ജ്യൂസിനെ പറ്റി ചോദിച്ചില്ല. എന്നിട്ടും പറഞ്ഞു ഞാനത് കളഞ്ഞു എന്ന്. എൻ്റെ അടുത്ത് മനസ്സറിയുന്ന യന്ത്രം ഉണ്ടെന്ന് ആൻറ്റി മറന്നുപോയോ? ഈ കഴി വെച്ചിരിക്കുക. ചെല്ല്. അതെന്ത് സൂത്രമാ? നോക്കട്ടെ. ഇതേ കള്ളം പറയുന്നത് കണ്ടുപിടിക്കാനുള്ള സൂത്ര. ഇന്ത്യയിൽ തന്നെ വളരെ കുറച്ച് പേരുടെ കയ്യിലേ ഉള്ളൂ. ചുമ്മാ അല്ല, ആകാശിനുള്ളിൽ എന്തെങ്കിലും കള്ളം ഉണ്ടെങ്കിൽ അതിപ്പോൾ ഞാൻ പുറത്തെടുക്കട്ടെ? എൻ്റെ ഉള്ളിൽ കള്ളത്തരം ഇല്ലല്ലോ അല്ലേ? ഇതെങ്ങനെയാ ഹാർട്ട് ബീറ്റ്സിൽ വേരിയേഷൻ ഉണ്ടാവും? അതൊന്നും പറഞ്ഞിട്ടില്ല. വാ നോക്കട്ടെ. അല്ല വേണ്ട. നാട്ടുകാരായി തല്ലുണ്ടാക്കിയ കാര്യമൊക്കെ ഇത് വെച്ച് നോക്കി കൃത്യമായിട്ട് അറിയാം. എത്ര പേര് തല്ലിന്നും എത്ര തല്ല് കിട്ടിന്നൊക്കെ ഞാനിപ്പോൾ പറഞ്ഞു തരട്ടെ. ഓ, അപ്പോഴേക്കും ന്യൂസ് ഇവിടെ കിട്ടിയല്ലേ? സത്യം പറ, അടി നല്ലോണം കിട്ടിയോ? ഈ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എനിക്കായിരുന്നല്ലോ ഓട്ടത്തിനും ലോങ് ജമ്പിനൊക്കെ ഫസ്റ്റ്. പുളു പഠിക്കാൻ എടുക്കുന്ന ശ്രുതി ചേച്ചിക്ക് മനസ്സിലായിട്ടുണ്ട്. ആണോ? നിങ്ങൾ അത്ര വലിയ ഫ്രണ്ട്സ് ആണോ? ഓ, സ്കൂളിൽ പോക്ക് നിർത്തിയ പിന്നെ എനിക്കിവിടെ ആകെയുള്ള കൂട്ടാ ശ്രുതി ചേച്ചി. പക്ഷെ എപ്പോഴും കിട്ടില്ല, ചേച്ചി ബിസിയല്ലേ. വല്ലപ്പോഴും വരും, ഞാൻ വിളിച്ചാൽ മാത്രം. അവരുടെ അച്ഛൻ മരിച്ച കാര്യമൊക്കെ ഞാൻ എന്നാ അറിയുന്നത്. പാവം, പുറത്ത് കാണിക്കുന്നില്ലെങ്കിലും നല്ല വിഷമമുണ്ട്.
ശ്രുതി ചേച്ചിക്ക് അച്ഛനില്ല എന്നുള്ള സങ്കടം ഉണ്ടായിട്ടും എൻ്റെ പപ്പ എവിടെയാണെന്നും കൂടി അറിയാത്ത സങ്കടം എനിക്ക്. പപ്പ വളരെ സോഫ്റ്റ് ആയിരുന്നു, പക്ഷെ മമ്മി സ്റ്റബേണാ. വീട്ടിലും പ്രിൻസിപ്പൽ. വരച്ച വരയുന്ന ആരെയും മാറാൻ സമ്മതിക്കില്ല. പപ്പയുടെ പെറ്റായിരുന്നു ഞാൻ. എൻ്റെ ഇഷ്ടമായിരുന്നു പപ്പയുടെ ഇഷ്ടം. ഡിസ്നിലാൻഡ് പോകണമെന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടുപോകും. 8ാമത്തെ വയസ്സ് മുതൽ എൻ്റെ ഓരോ ബർത്ത്ഡേ അങ്ങനെ ഓരോ സ്ഥലത്തായിരുന്നു. ഓസ്ട്രേലിയ, സ്വിറ്റ്സർലാൻഡ്, ജർമ്മനി. അതൊക്കെ ഇപ്പോൾ ഒരു ഓർമ്മകളാണ്. പപ്പ പോലും. ജർമ്മനിയിലൊക്കെ പോയിട്ടുണ്ട്. ആകാശ് പോയിട്ടുണ്ടോ ജർമ്മനിയിൽ? ഞാൻ ജർമ്മനിയുടെ വക്കിൽ വെച്ച് തിരിച്ചു പോരേണ്ടി വന്നു. അതെന്താ, ഫ്ലൈറ്റ് കേടായോ? അല്ല, എൻ്റെ പൈലറ്റ് വേറൊരാളോട് വിളിച്ചോളൂ. അതുപോട്ടെ, ഇതുവരെ കണ്ട സ്ഥലങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ? കേരളം. അയ്യേ, ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ എന്താ ഇല്ലാത്തത്? കടൽ, കായൽ, മലകൾ, ഇഷ്ടംപോലെ പുഴകൾ. ഇവിടുത്തെ ലാൻഡ്സ്കേപ്പും ക്ലൈമറ്റും ഒന്നും വേറെ എവിടെയില്ല. ശരിക്കും ഗോഡ്സ് ഓൺ കൺട്രി അല്ലേ കേരളം? എടുക്ക് ഇത് ഡിഫിക്കൽട്ടാ മോളെ. ഓക്കെ, വാ. വലിയ കളിക്കാരിയാന്നൊക്കെ പറഞ്ഞിട്ട് ഷട്ടിൽ കാണുന്നില്ല. കുറേ നാളായി കളിച്ചിട്ട്. പണ്ട് സ്കൂളിൽ വിട്ട് വരുമ്പോൾ പപ്പയും ഞാനും കളിക്കുമായിരുന്നു. പപ്പ കിട്ടിയതായി നെറ്റൊക്കെ. പപ്പ ഒരു വീക്ക്നെസ് അല്ലേ? ഇന്നലെ പപ്പയെ പറ്റി പറഞ്ഞപ്പോൾ കണ്ണേറിയെന്ന് ഞാൻ കണ്ടു. മരിക്കുന്നതിന് മുമ്പേ ഒരിക്കൽ കൂടി പപ്പയൊന്ന് കാണണം തോന്നി. അതാ. മരിക്കുന്നതിന് മുമ്പല്ലേ? ഒന്നല്ല, 1000 വട്ടം കാണും. ടീനമോളുടെ ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതെ, പക്ഷെ അത് അവസാനിക്കാറായി. തമാശ പറഞ്ഞതല്ല, ഞാൻ ഇനി അധികകാലം ജീവിച്ചിരിക്കില്ല. ആളുകളിങ്ങനെ ഞെട്ടിക്കുന്നില്ല, അത്രയില്ലല്ലേ? അന്ന് പട്ടി അഴിച്ചുവിട്ടെന്ന് ഞെട്ടിച്ചതുപോലെ. അത് സാറില്ല, ഒരു കോട്ടൺ വെച്ച് തുടച്ചോളഞ്ഞാൽ മതി. ചേച്ചി, ഇറ്റ്സ് ഫൈൻ. ചേച്ചി, മോളെ എനിട്ടിരിക്കേ. ഇവിടെ നോക്ക്, ഇനി ഇവിടെ നോക്കൂ. മൂവ് യുവർ ഐബോൾസ് ബോത്ത് വൈസ്. ഫാസ്റ്റായിട്ട്. ഇനി എണീറ്റ് നിൽക്ക്. ഹോൾഡ് മൈ ഹാൻഡ്. ഞാൻ വലിക്കുമ്പോൾ ടൈറ്റായി പിടിക്കണം കേട്ടോ. നീ കൈ. ഗുഡ്. ഇരിക്കേ. അന്നത്തെ പോലെ ഡബിൾ ഇമേജ് ഒന്നും പിന്നെ കണ്ടിട്ടില്ലല്ലോ. ഒരാളെ തന്നെ രണ്ടായി കാണുന്ന പോലെ. ഇല്ല. യു ആർ ഓൾ റൈറ്റ്. ഇന്ന് ഈ ഷട്ടിലൊന്നും കളിക്കണ്ട, ടേക്ക് റെസ്റ്റ്. നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നില്ലേ? ഉണ്ടാക്കാറൊക്കെ ഉണ്ട്, പക്ഷെ കഴിക്കണ്ടേ. ഭക്ഷണം നന്നായി കഴിക്കണം കേട്ടോ. അപ്പോൾ ശരി, ആവശ്യമുള്ളപ്പോൾ വിളിച്ചാൽ മതി കേട്ടോ. ചേച്ചി കുടിക്കാൻ തരുമോ? മോളെ ഇച്ചിരി ജ്യൂസ് എടുത്തുകൊണ്ട് വരട്ടെ. ഡോക്ടർ, ഞാൻ BSc നഴ്സിംഗ് കഴിഞ്ഞതാണ്. മോളുടെ ട്രീറ്റ്മെൻറ്റ് എന്തിനുള്ളതാണ്? ഇന്ന് അവൾ എന്നോട് പറയുക അവൾ അധികം കാലം ജീവിച്ചിരിക്കില്ല. പേരെന്താന്ന് പറഞ്ഞു? ആകാശ്. ആ കുട്ടിയുടെ ബ്രെയിനിൽ ഒരു സിസ്റ്റ് വളർന്നുകൊണ്ടിരിക്കുക. മരുന്നില്ല. സ്റ്റിയറിംഗ് പോയിന്റിലായതുകൊണ്ട് സർജറി റേഡിയേഷൻ നടക്കുകയില്ല. പിന്നെ വല്ല മിറാക്കിളും സംഭവിക്കണം. നോക്കാം. ഡോക്ടറെങ്കിലും പറഞ്ഞപ്പോൾ വിശ്വാസമായി അല്ലേ? എന്നോടാണ്. വേറെ ആരാ ഇവിടെ ഉള്ള? സങ്കടപ്പെടുകയൊന്നും വേണ്ട. എനിക്ക് ഏറ്റവും വെറുപ്പതാ. മമ്മിയുടെ ചില ക്ലോസ് റിലേറ്റീവ്സ് ഉണ്ട്,
എന്നെ കണ്ട അപ്പം തുടങ്ങും കരച്ചില്. അതുകൊണ്ട് ഒരൊറ്റെണ്ണത്തിനെ ഇങ്ങോട്ട് കയറ്റി പോരുതെന്ന് പറഞ്ഞിരിക്കുക. മമ്മി പോലും കരയുന്ന എനിക്കിഷ്ടമില്ല. ഇപ്പം ഞാൻ നിർബന്ധിച്ചിട്ടാണ് കോളേജിൽ പോകുന്നത്. ഇല്ലെങ്കിൽ ജോലി റിസൈൻ ചെയ്ത് ഫുൾ ടൈം ഇവിടെ വന്നിരുന്നേനെ. ഒരു കാര്യം ഞാൻ പറയട്ടെ, മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങൾക്ക് ഒരുപാട് പരിധിയുണ്ട്. പരിധി എന്ന് വെച്ചാൽ ലിമിറ്റ്സ്. അതിനപ്പുറത്തും അത്ഭുതങ്ങൾ സംഭവിക്കും. അമേരിക്കയിലുണ്ടായിരുന്നൊരു ക്യാൻസർ പേഷ്യൻ്റെ കഥ നമ്മൾക്കറിയോ? ഇല്ല. അതറിയണം. 1 മാസത്തിനാവും അയാൾ തട്ടിപ്പോകുന്ന എല്ലാ ഡോക്ടർമാരും ഉറപ്പിച്ചു. എന്നിട്ടെന്താ, ആള് നല്ല കാശുകാരനായിരുന്നു. എന്തായാലും 1 മാസത്തിനകം മരിക്കും. ഇനിയുള്ള ദിവസങ്ങൾ കളിച്ച് ചിരിച്ച് ആഘോഷിക്കാനായിട്ട് തീരുമാനിച്ചു. ചാർലി ചാപ്ലിൻ, ടോം ആൻഡ് ജെറി അങ്ങനെയുള്ള സിനിമകളും ഷോകളും കണ്ട് അയാൾ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, 6 മാസം കഴിഞ്ഞിട്ടും അയാൾ മരിച്ചില്ല. ഡോക്ടർമാരെല്ലാം ഞെട്ടിപ്പോയില്ലേ? പരിശോധിച്ച് നോക്കിയപ്പോൾ എന്താ, ക്യാൻസറിൻ്റെ പൊടി പോലും ഇല്ല. അസുഖം കംപ്ലീറ്റ് ആയിട്ട് മാറി. ഇത് ഫിക്ഷൻ അല്ലേ? എന്താ ബുക്കിന്റെ പേര്? ബുക്കൊന്നുമല്ല, സത്യം. ചിരി അയാളിലുണ്ടാക്കിയ മെറ്റബോളിക്കൽ ചേഞ്ചാണ് അസുഖം മാറ്റിയത്. പല ആശുപത്രികളിലും ലാഫ്റ്റർ റൂം എന്ന സംവിധാനം ഉണ്ടായി ഈ സംഭവത്തിന് ശേഷമാണ്. ശരിക്കും? ആ, നമുക്കും കാണിച്ചു കൊടുക്കാം കുറച്ച് അത്ഭുതങ്ങൾ. ഗോപാൽജി അറിയത്തില്ലേ? എന്നെ ഇവിടെ കൊണ്ടാക്കിയ ആള് വലിയ മനുഷ്യന്. പുള്ളിയുടെ ഭാഷയെ പറഞ്ഞ ടീനമോൾ എന്ന വണ്ടിയുടെ സ്റ്റിയറിംഗ് ഇനി എനിക്കിതാ. നമുക്ക് കളിച്ചും ചിരിച്ചും സന്തോഷിച്ചും ഒരു യാത്ര തുടങ്ങാം.